FCC കൃപയുടെ പടവുകളിൽ വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ. The seal of passion, sign of love. A true story. മരുന്ന് കൊണ്ടുവന്നു. സിസ്റ്റർ, സിസ്റ്റർ അൽഫോൻസ, എഴുന്നേറ്റേ. ഈ മരുന്ന് കുടിക്കേ. മെല്ലെ. അയ്യോ, ഛർദിക്കുവാണല്ലോ. കർത്താവേ. സിസ്റ്റർ, അയ്യോ, രക്തമാണല്ലോ ഛർദിക്കുന്നത്. അൽഫോൻസ, ഒന്ന് മുതുകത്ത് തിരുമ്മി കൊടുക്ക. അൽഫോൻസ, അയ്യോ, എന്തായി കാണുന്നേ? മൂക്കിൽ നിന്ന് രക്തം വരുന്നു. അൽഫോൻസ, പതുക്കെ കിടത്ത്. ആ വിശരി എടുത്തൊന്ന് വീശിക്കേ. ഉർസുലാമ്മ അൽഫോൻസയുടെ ആരോഗ്യനില പിതാവിനെ അറിയിച്ചു. നോവിഷ്യേറ്റ് പൂർത്തിയാക്കാതെ ഭരണങ്ങാനത്തേക്ക് പോയാലോ എന്ന് ആലോചിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ അവളെ വന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അൽഫോൻസ, നിന്റെ രോഗാവസ്ഥ നാം അറിഞ്ഞതിന് പ്രകാരം നൊവിഷ്യേറ്റ് പൂർത്തിയാക്കാൻ സാധിക്കില്ലല്ലോ. പിതാവേ, ഒരു കന്യാസ്ത്രീയാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മാത്രമല്ല, ദിവ്യനാഥനോട് കൂടി പീഡകൾ സഹിക്കാനുള്ള പ്രത്യേക വരവും യേശു എനിക്ക് നൽകി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ കൂടുതൽ അഭിലഷിക്കത്തക്കതായി എന്തുണ്ട്? ആകയാൽ പിതാവും എന്നോട് കൂടി സന്തോഷിക്കുക. അൽഫോൻസ, നീ പറഞ്ഞു വരുന്നത്? ഒരു സമ്പന്നൻ എത്ര പാവപ്പെട്ടവളെ വിവാഹം ചെയ്താലും വിവാഹശേഷം അയാളുടെ സുഖത്തിലും ദുഃഖത്തിലും അവൾക്ക് അർഹതയില്ലേ? എന്റെ മണവാളന്റെ ഓഹരി കഷ്ടാരിഷ്ടിതകളാണ്. അതാണെന്റെ അവകാശം. അതെല്ലാം ആലിംഗനം ചെയ്യുവാൻ ഞാൻ ഒരുങ്ങുകയായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവേ. ചാവറപിതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന 9 ദിവസം ചൊല്ലിയാൽ എന്റെ അസുഖം മാറും. സിസ്റ്റർ ഉർസുല, പിതാവേ, അൽഫോൻസയെ ഭരണങ്ങാനത്തേക്ക് തിരിച്ചയക്കണ്ട. ഇവളിവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. നോവിസ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛന്റെ നിർദ്ദേശപ്രകാരം അൽഫോൻസ
തനിച്ചും സമൂഹമായും 9 ദിവസം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. 9-ാം ദിവസം ചാവറ പിതാവേ, അങ്ങേ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ഈ രോഗം ഇനി നിനക്കുണ്ടാവില്ല. എങ്കിലും പലവിധ രോഗങ്ങളാൽ നീ പീഡിപ്പിക്കപ്പെടും. നാഥ, എന്റെയും ഈ സമൂഹത്തിന്റെയും പ്രാർത്ഥന കേട്ടിട്ട് എനിക്ക് രോഗസൗഖ്യം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പ്രതിസന്ധിയിൽ എനിക്ക് കൂട്ടായിരിക്കണമേ നാഥ. അവിടുത്തെ സമൃദ്ധിയിൽ എന്നെ പങ്കുകാരിയാക്കാൻ നീ എനിക്കായി ദാരിദ്ര്യം സ്വയം ഏറ്റെടുത്തു. നിന്റെ സ്വരത്തിനായിതാ ഈ ദാസി ഹൃദയം തുറന്ന് ചെവിയോർക്കുന്നു. നിന്റെ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യാനായി ഞാനിത് തല ചായ്ക്കുന്നു. അൽഫോൻസ, മിണ്ടടക്ക സമയത്ത് ആരോടാണ് ഈ സംസാരിക്കുന്നത്? അതോ അമ്മേ, ഏലിയാസച്ചൻ ഇവിടെ വന്നു. ഞാൻ കണ്ടു. എന്നെ ആശീർവദിച്ചു. ഈ രോഗം ഇനി നിനക്കുണ്ടാകില്ല. എങ്കിലും പലവിധ പീഡകളാൽ നീ പീഡിപ്പിക്കപ്പെടും എന്നെന്നോട് പറഞ്ഞു. ഒരുപക്ഷെ തോന്നലോ സ്വപ്നമോ ആയിരിക്കാം. അഭിമന്യ പിതാവിനോടും ലൂയിസ് അച്ഛനോടും അല്ലാതെ മറ്റാരോടും ഇക്കാര്യം പറയേണ്ടതില്ല. ശരി അമ്മേ. കിടന്നുറങ്ങിക്കൊള്ളൂ. അമ്മേ, ഒരു ബലിയായി ആത്മാവായി എന്നെ തന്നെ സമർപ്പിക്കാൻ എനിക്ക് അനുവാദം തരണം. ലൂയിസ് അച്ഛനോട് പറയുക. അദ്ദേഹം അനുവദിച്ചാൽ ചെയ്തുകൊള്ളുക. അൽഫോൻസാമയുടെ ആഗ്രഹം ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയ ലൂയിസ് അച്ഛൻ അനുമതി നൽകി. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ സമ്പൂർണ്ണ ബലിയായി നൽകിക്കൊണ്ട് 1936 ഓഗസ്റ്റ് 12 അൽഫോൻസ തന്നെ തന്നെ ഒരു സമ്പൂർണ്ണ ബലിയായി നൽകിക്കൊണ്ട് നിത്യവ്രത വാഗ്ദാനം ചെയ്തു. പൂർണ്ണമായും നിന്റേതാകാൻ, എന്നും എവിടെയും എല്ലാറ്റിലും എല്ലായ്പ്പോഴും നിന്റേതായിരിക്കാൻ നോവിഷ്യേറ്റ് കാലഘട്ടം വിജയകരമായി പൂർത്തിയാക്കി അൽഫോൻസ ഭരണങ്ങാനത്തേക്ക് മടങ്ങി. മേരി വെളിപ്പറമ്പിൽ. ആയുസ്സു നിശ്ചയിക്കുന്ന തമ്പുരാൻ അൽഫോൻസാമയുടെ വിശുദ്ധ പദവിയിൽ അമ്മയെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ദീർഘായുസ്സു നൽകി അനുഗ്രഹിച്ച സഹോദരിയാണ് മേരി. ഭരണങ്ങാനം മഠത്തിൽ അടുക്കള ജോലി ചെയ്തുകൊണ്ട് അൽഫോൻസാമയ്ക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി. അമ്മയുടെ സഹവാസം കുറേ വർഷങ്ങളിൽ അനുഭവിച്ച മേരി ചേച്ചിയുടെ മനസ്സ് നിറയെ, അധരം നിറയെ അൽഫോൻസാമയാണ്. പ്രായാധിക്യത്തിൽ ഭരണങ്ങാനം മഠത്തിൽ താമസിക്കുന്ന മേരി ചേച്ചി നിറചിരിയോടെ, സന്തോഷത്തോടെ അൽഫോൻസാമയെക്കുറിച്ചുള്ള പച്ചകിടാത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഉത്സുകയാണ്. മേരി ചേച്ചി ഏത് വർഷമായി ഭരണങ്ങാനം മഠത്തിൽ വന്നത്? 1933. മേരി ചേച്ചിയുടെ കുടുംബ പശ്ചാത്തലം, അപ്പൻ, അമ്മ, സഹോദരങ്ങള്, ഇവരെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? അവരെ പറ്റി പറയാൻ, എൻ്റെ അമ്മച്ചി കുഞ്ഞിലേ മരിച്ചുപോയി. എൻ്റെ അമ്മച്ചി രണ്ടാമത് കല്യാണം കഴിച്ചാൽ ഒരു സഹോദരി ഉണ്ട്. അപ്പനും അമ്മച്ചി മരിച്ചുപോയി. വീട് എവിടെയാ? വീട് ഇടക്കൊച്ചി. ഇടക്കൊച്ചിയാണ്. ഇടയ്ക്ക് പോകാറുണ്ടോ? പോകാൻ ഇപ്പം ഈ കാലിനൊക്കെ സുഖം ഉണ്ടാകുമ്പോൾ പോകുമായിരുന്നു. ഇപ്പം പോകത്തില്ല. ഇത്രയും നാൾ ഈ ഭരണങ്ങാനം മഠത്തിൽ തന്നെ ആയിരുന്നു. വേറെ എങ്ങോട്ടും മാറിയിട്ടില്ല. മേരി ചേച്ചിക്ക് ഈ മഠത്തിൽ എന്തായിരുന്നു ജോലി?
അടുക്കളയിലായിരുന്നു ഒരു ജോലി. അടുക്കളയിലെല്ലാം പാചക ജോലി, ഈ എല്ലാ കറിയും എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. മേരി ചേച്ചി മഠത്തിൽ വന്ന ആദ്യത്തെ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? അൽഫോൻസാമ്മയെ അന്ന് കണ്ടിരുന്നോ? അന്ന് കണ്ടിരുന്നു. ഒരു കൊച്ചു പെട്ടിയായിട്ട് വന്നു കഴിഞ്ഞ് അടുക്കളയിൽ പോയി ഇരുന്ന് ഇങ്ങനെ കരഞ്ഞപ്പോഴത്തെ അൽഫോൻസാമ്മ വന്നു. മേരിച്ചേടത്തേക്ക് അൽഫോൻസാമിയെ ആദ്യം കണ്ടപ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? എപ്പോഴും തോന്നിയായിരുന്നു. അടുക്കളയിൽ നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. എന്താ പേര്? മേരി. അടുക്കളയ്ക്ക് വന്നതാ. ആഹാ, കരയാണോ? പേടിക്കൊന്നും വേണ്ട. എനിക്ക് ആരെയും പരിചയമില്ല. അതിനാണോ കരയുന്നത്? എന്റെ പേര് അൽഫോൻസ. അധ്യാപികയായിരുന്നു. പഠിപ്പീരെല്ലാം നിർത്തി. ഏതു നേരം അസുഖ. ഞാനും കരയാറുണ്ട്. വേദനയുണ്ടായ ആരാ കരയാത്തത്? വാ, അടുക്കള കാണിച്ചു തരാം. സ്നേഹത്തോടുള്ള വർത്തമാനങ്ങൾ കേട്ട് എനിക്ക് അന്നേരം വളരെ സന്തോഷം തോന്നി. മേരി ചേച്ചി അൽഫോൻസാമ്മയ്ക്ക് എന്തൊക്കെയാ ചെയ്തു കൊടുത്തിരുന്നേ? ഞാൻ ചിലപ്പോഴെല്ലാം ചെന്ന് എന്താ വേണ്ടിയെന്ന്, എന്നാ അസുഖം, എന്നാ അമ്മ വിഷമം വല്ലതുമുണ്ടോ, എന്നാ വേണ്ടിയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ടെന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ മിക്കവാറും. പിന്നെ വല്ലപ്പോഴും വല്ല ചെറുതായിട്ട് വല്ല ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി പഴമൊക്കെ ചേർത്ത് ചെറിയ സാധനം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇതൊന്നും വേണ്ടെന്നേ പറയുന്നുള്ളൂ. അടുക്കളയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തോ അടുക്കള പലരുണ്ടായിരുന്നു. പേര് ഓർക്കുന്നുണ്ടോ ആരുടെയെങ്കിലും? ഉണ്ട്. ഒന്ന് കത്രീന, ഒന്ന് കുഞ്ഞന്ന, ഒന്ന് മാമി. ഒരു നെല്ലിക്ക കഥയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതെന്താ? അത് 2 നെല്ലിക്ക ഇല്ലാത്ത കാലത്ത് മുഴുത്ത നെല്ലിക്കായായിരുന്നു. 2 നെല്ലിക്കായ എവിടെ നിന്നോ എങ്ങനെ വന്നെന്ന് അറിയത്തില്ല. സ്കൂൾ വഴിയായിട്ട് പള്ളിക്കുട്ടിൽ നിന്ന് ആരാണ്ട് പിന്നെ പഠിപ്പിക്കുന്ന അമ്മ കൊണ്ടുപോയി അൽഫോൻസാമ്മയ്ക്ക് കൊടുത്തു. അൽഫോൻസാമ്മ എന്നെ വിളിച്ചു. കഞ്ഞി കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്, ചൂടാറു മുന്നേ കഴിച്ചോ. പേരി, ഒരു ഉപകാരം എനിക്ക് ചെയ്യാമോ? എന്താമേ? 2 നെല്ലിക്ക ടീച്ചർമാരെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇത് അടുപ്പിലിട്ട് ചുട്ട് ചമ്മന്തി അരച്ചു തരാമോ? ഛർദിച്ച് വായിക്കൊന്നും ഒരു രുചിയില്ല. ഇതാ വലിയ ഉപകാരം. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചമ്മന്തി കൊണ്ടുവന്നിട്ട് കഞ്ഞി കുടിച്ചാ മതി. ചിലമ്പിക്ക ചമ്മന്തി എനിക്കിഷ്ടമില്ലാനിട്ടാ. അതിനെന്താമേ, ഇപ്പൊ കൊണ്ടുവരാം. അൽഫോൻസാമ്മ ചെന്നപ്പോൾ പറഞ്ഞു, ഈ 2 നെല്ലിക്കായുണ്ട്, എനിക്കൊന്ന് ചമ്മന്തി എടുത്ത് തരാമോ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ തരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വാങ്ങിച്ചോണ്ട് പോയി ഞാൻ വലിയ തീയുടെ ഒരു അരികത്ത് കൊണ്ടുപോയി മാന്തി ഇട്ടിട്ട് വേറെ പല ജോലിക്ക് മാറി. അയ്യോ, എന്താ മേരി, എന്താണ് നീ നോക്കുന്നത്? ഷോ, എന്റെ കത്രീന, എനിക്കൊരു അബദ്ധം പറ്റി. അൽഫോൻസാമ്മ ചമ്മന്തി അരയ്ക്കാൻ തന്ന നെല്ലിക്ക കരിഞ്ഞുപോയി. കഷ്ടായി പോയലോടി. പത്യാഹാരമായതുകൊണ്ട് നേരെ ചൊവ്വയൊന്നും കഴിക്കാനും വയ്യ. അങ്ങ് ചെല്ല്, അൽഫോൻസാമ്മ വഴക്ക് പറയും. ഞാനിനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചിലിമ്പിക്കെടുത്ത് ചമ്മന്തി അരച്ചു കൊടുക്ക്. എന്നോട് പ്രത്യേകം പറഞ്ഞതാ ചിലിമ്പിക്ക ചമ്മന്തി ഇഷ്ടമല്ലെന്ന്. ഓടി ചെന്ന് 2 എൽബിക്ക വത്തണ്ട് വന്നു. എൽബിക്ക വത്തണമെന്ന് അതുപോലെ തീയിലിട്ട് വാട്ടിയിട്ട് പിഴിഞ്ഞ് അത് കളഞ്ഞിട്ട് അതിന് ചമ്മന്തി അരച്ചു. എല്ലാം ഇഞ്ചി ഉള്ളിയും കരിവേപ്പിലും എല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് ഇച്ചിരി തേങ്ങയൊക്കെ വെച്ച് നല്ലപോലെ ചമ്മന്തി അരച്ചു കൊണ്ടുവന്ന് ഞാൻ പയ്യെ ചെല്ലുന്നേ. വിഷമിച്ച് എൻ്റെ മനസ്സപ്പടിയ വിഷമ.
എന്താ ചെയ്യുന്നതെന്ന് ഓർത്ത് വിചാരിച്ച് വിഷമിച്ച് ഞാനങ്ങ് ചെന്നപ്പം എന്നോട് തന്നെ എന്നാ പയ്യെ പയ്യെ വരുന്ന എന്നാന്ന് ചോദിച്ചു. മേരി, ഇതെന്താ വിഷമിച്ച് വരുന്നത്? അത് അൽഫോൻസാമേ, എനിക്കൊരു അബദ്ധം പറ്റി. അടുപ്പിൽ കിടന്ന് നെല്ലിക്ക കരിഞ്ഞുപോയി. സാരമില്ല, അടുക്കളയില് മേരിക്കും കത്രിക്കും പിടിപ്പത് പണിയുണ്ടല്ലോ. ഒരുപാട് ജോലിയുള്ളപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചോന്നിരിക്കും. അൽഫോൻസാമയ്ക്ക് ഇഷ്ടമില്ലെന്നറിയാം. ഞാൻ ചിലമ്പിക്ക വാട്ടി ചമന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രുചി, കുഴപ്പമില്ല. അയ്യോ, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കരുത്. ഓക്കാനം വന്നത് എന്റെ രോഗത്തിന്റെയാ. ക്ഷമിക്കണം അമ്മേ. ഒരു കുഴപ്പമില്ല. ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രുചിയുണ്ട്. മേരിക്കൊരു തൂവാല തയ്ച്ചിരണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. മറ്റൊന്നും എന്റെ കയ്യിലില്ല. വാങ്ങിച്ചു വെച്ചോ. എന്നാൽ തന്നെ എനിക്ക് എൻ്റെ തൃപ്തിയായി. എൻ്റെ എന്ന പാവം ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നല്ലോ, ഞാൻ കാണിച്ച അതിക്രമമാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഞാൻ തന്നെ വിഷമിച്ചു. ആരെയും വിഷമിപ്പിക്കുന്ന അൽഫോൻസാമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. ആരെയും വിഷമിപ്പിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ സഹിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധിയായത്. വിശുദ്ധിയാകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുകയും ചെയ്യുമായിരുന്നു. ഇതൊരു വിശുദ്ധിയായി തീരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയുകയും ചെയ്യുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞിങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് പിള്ളേർ ഓടി വരും. പിള്ളേരെല്ലാം പഠനം കൊണ്ട് നിർത്തിക്കണ്ട, ഇതെല്ലാം കേൾക്കണം, എന്നിട്ട് ഒരു പോകുള്ളൂ പള്ളിക്കൂടത്തില്ല. പിള്ളേരോട് ഞാൻ പറയാം, അവിടെ ഞങ്ങൾക്ക് മറ്റൊരു പുണ്യാളത്തിയമ്മയുണ്ട്. അതെന്നാ പറയും ചേച്ചി ചേച്ചിയോട് എന്നാ പറയും? ഞാൻ പറയാം, എന്നോട് ഒന്നും പറയുകയല്ല, നല്ല ക്ഷമയുള്ളത്, നല്ല സഹനമുള്ളത്, നല്ലൊരു അമ്മയാണ് അവിടെ ഉള്ളത്. ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴെല്ലാം പറയുമായിരുന്നു, നല്ല സന്തോഷമുള്ള പ്രകൃതം മുഖം. അൽഫോൻസാമിയെ കാണാൻ കുട്ടികൾ ഒരുപാട് വരുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് ശരിയാ. ഒന്ന് അൽഫോൻസാമിയെ പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങളെല്ലാവരും ജയിപ്പിക്കണം കേട്ടോ. അൽഫോൻസാമിയെ പ്രാർത്ഥിച്ചെന്ന് പിള്ളേർ എപ്പോഴും മിക്കവാറും ഒന്ന് ജനലിങ്കിൽ ഒന്ന് പറയുമായിരുന്നു. ബാക്കി നാളെ. ഇനി എല്ലാരും പള്ളിക്കൂടത്തിൽ പോയിക്കോളൂ. അൽഫോൻസാമ, ഇന്ന് മലയാളത്തിന് പരീക്ഷയാ, പ്രാർത്ഥിക്കണേ. ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം മക്കളെ. നിങ്ങൾ നല്ലവണ്ണം പഠിക്കുന്നുണ്ടോ? നല്ല കുട്ടികളായി വളരണം. പിള്ളേർക്കൊരു പരിപാടിയുണ്ട്. ഈ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഈ മക്കളെല്ലാം അമ്മമാരുടെ പേര് എഴുതി കുറി കിട്ടിയിട്ട് അൽഫോൻസാമയുടെ പേര് കിട്ടുന്ന ആളുകൾക്ക് വളരെ സന്തോഷം, തൃപ്തി, നല്ല സന്തോഷമാണ്. അവർ ജയിക്കുകയും ചെയ്യും. ഓ, ഈ കുട്ടികളുടെ ഒരു കാര്യം. എന്റെ അൽഫോൻസേ, ഈ കുട്ടികളെ ഇനിയെങ്കിലും മാറ്റൂ. കുട്ടിക്കളിയൊന്നും അല്ല സിസ്റ്റർ, ഞാൻ അവർക്ക് ഈശോയെ കൊടുക്കുക. എന്താടാ? അൽഫോൻസാമയെ കാണാനാ. സുഖമില്ലാതെ കിടക്കുവാ. എന്തു പറ്റി? പനിയാ. എന്താടാ കാര്യം? ഞങ്ങൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ ഈ മഠത്തിൽ അമ്മമാരുടെ പേരെടുത്ത് കുറിയിട്ടു പ്രാർത്ഥിക്കാൻ. എനിക്ക് അൽഫോൻസാമയുടെ പേരാ വീണത്. അൽഫോൻസാമയെ പരീക്ഷ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. അൽഫോൻസാമയെ പരീക്ഷ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം മക്കളെ. പോയിക്കോ, അമ്മ പ്രാർത്ഥിച്ചോളൂ. ആ ജനലിൽ അടച്ചിരും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽഫോൻസാമയുടെ പനി വേഗം മാറ്റണമേ.
കുഞ്ഞു കുട്ടിയുടെ സമ്പ്രദായമായിരുന്നു. നിഷ്കളങ്കത, കുഞ്ഞു പിള്ളേർ പറയുന്നതിന് പോലുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികൾ അതുപോലെ തന്നെയായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളോട് സ്നേഹവും, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം മാത്രമല്ല, കുഞ്ഞു പിള്ളേരുടെ സാമ്പിളായുള്ള ചിരിയും വർത്തമാനങ്ങളുമാണ് അൽഫോൻസാമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പറവാ മാൻ സിംഹം എന്താ പിള്ളേരെ ഇത്? ഏത് സമയം ഇവിടെ ചുറ്റിപ്പറ്റി കാണാവല്ലോ. എഴുന്നേറ്റേ, വേഗം സ്കൂളിൽ പോയേ. വേഗം പോയേ. എന്താ അൽഫോൻസ, ഏത് സമയം കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ കുട്ടിക്കളി? അമ്മേ, നിഷ്കളങ്കരായ കുട്ടികളുമായി ഇടപെടുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറക്കുക. ബാലനായ യേശുവുമായിട്ടാണ് ഞാനിപ്പോ കളിച്ചത്. ഇത് നല്ല കൂത്ത്. ഇപ്പോഴും തോന്നുമായിരുന്നു അൽഫോൻസാമ്മ ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കണക്കാണല്ലോ എന്ന്. കണ്ടില്ലേ ഈശോ ഉയർത്തിയത്? കുഞ്ഞേട്ടൻ ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേഷിത സംഘടനയായ, ഏറ്റവും കൂടുതൽ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അൽമായ പ്രേഷിതരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്ത മിഷൻ ലീഗിന്റെ സഹസ്ഥാപകനായ ശ്രീ PC അബ്രഹാം പല്ലാട്ടുകുന്നേൽ ചെമ്മലമറ്റം. മിഷൻ ലീഗ് കുഞ്ഞേട്ടൻ എന്ന അപരനാമത്തിൽ കത്തോലിക്ക വൃന്ദങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. മിഷൻ ലീഗിന്റെ ഉപമധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസായുടെ സമാധി സ്ഥലവും മിഷൻ ലീഗിന്റെ ആസ്ഥാനമായ മാതൃഭവനവും ഭരണങ്ങാനത്ത് മുഖത്തോട് മുഖം സ്ഥിതി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയെയാണ് അന്ന് വിദ്യാർത്ഥിയായിരുന്ന കുഞ്ഞേട്ടനിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന പ്രേഷിത ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കാൻ ദൈവം ഉപകരണമായി തെരഞ്ഞെടുത്തത്. വിശുദ്ധ അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സാക്ഷ്യാനുഭവങ്ങളിലൂടെ. കുഞ്ഞേട്ടന്റെ ചെറുപ്പകാലത്ത് അൽഫോൻസാമ്മയായിട്ട് ഒത്തിരി അടുത്ത് പരിചയമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാവോ? 1938 ഞാൻ ഭരണങ്ങാനം ബോയ്സ് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുക. ആ അവസരത്തിൽ ഉച്ച സമയങ്ങളിൽ അടുത്തുള്ള മഠത്തിൽ ചാമ്പങ്ങായും മൾബറിപ്പഴവും ഒക്കെ പറിക്കുന്നതിന് ചെല്ലും. അങ്ങനെ ഞങ്ങൾ 3-4 കുട്ടികളാണ് ചെല്ലുന്നത്. ആ ചെന്ന അവസരത്തിൽ മദർ പറഞ്ഞു, അന്ന് ഈ ക്ലാരമഠത്തിലുള്ളവരെല്ലാവരും കാപ്പിപ്പൊടിയുടെ നിറത്തിലുള്ള ഉടുപ്പായിരുന്നു. അപ്പോൾ മദർ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചൂട്ടിക്കിടക്കുന്നത് മാത്രമേ പെറുക്കാവൂ, എറിഞ്ഞോ കയറിയോ കുലിക്കോ ഒന്നും പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അനുസരിച്ചു. അടുത്ത ദിവസം ചെന്നപ്പം നോക്കിയപ്പോൾ ഈ ചുമന്നി ഉടുപ്പിട്ട സിസ്റ്റേഴ്സ് ആരും കണ്ടില്ല. ഒരു വെളുത്തി ഉടുപ്പിട്ട സിസ്റ്റർ വാതിക്കൽ ഇരിപ്പുണ്ട്. അന്ന് സൂക്കേടുകാർക്ക് വെളുത്തി ഉടുപ്പിടാം, അങ്ങനെയായിരുന്നു. ആ അമ്മ ഞങ്ങളെ നോക്കുന്നുമില്ല, വേറെ ആരെയും കാണാൻ ചാടി 2 ചാമ്പങ്ങ പറിച്ച് ഈ മദർ എവിടെയോ നിന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇറങ്ങടാ, ഇനി മേലെ ചൂട്ടി കിടക്കുന്നതും പെറുക്കാൻ വരണ്ട, ഓടാൻ പറഞ്ഞു. എടാ പിള്ളേരെ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മതിൽ ചാടി വന്ന് ചാമ്പയിൽ എറിയരുതെന്ന്. വേണമെങ്കിൽ ഈ നിലത്ത് കിടക്കുന്ന പെറുക്കി എടുത്തോ. മേലിൽ ഇനി ഇവിടെ വന്നു പോവരുത്, പൊയ്ക്കോ. ഇതെല്ലാം ആ വാതിക്കലിരുന്ന സിസ്റ്റർ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സിസ്റ്റർ മദർ ഞങ്ങളെ ഓടണമെന്ന് പറഞ്ഞു. ഉടനെ ആ
വാതിക്കൽ ചെന്ന് സിസ്റ്റർ കൈ കാട്ടി വിളിച്ചു. അപ്പം ഒരു സിസ്റ്റർ ഓടിക്കുന്നു, ഒരു സിസ്റ്റർ വിളിക്കുന്നു. ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല, മദർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നാളെ മുതൽ നിങ്ങൾക്ക് ഞാൻ ചാമ്പങ്ങ പെറുക്കി തന്നേക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ അമ്മ ഇനി എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്. സാരമില്ല, മദർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് ചാമ്പങ്ങ പെറുക്കി തന്നേക്കാം. ഇപ്പം 4 എൻ്റെ കയ്യിലുണ്ട്. ദിവസവും നിങ്ങൾക്ക് ചാമ്പങ്ങ തരാം. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കോ? കേൾക്കാം സിസ്റ്റർ. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സുഹൃത ജപം ചൊല്ലണം. ചൊല്ലിയേക്കാം. എന്നാൽ ഒരു സുഹൃത ജപം ചൊല്ലിക്കേ. ഞങ്ങൾക്കറിയാവോ സുഹൃതജപം? ഉടനെ അമ്മ പറഞ്ഞു തന്നു, എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, എന്റെ ആശ്രയമേ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് രണ്ടും പറഞ്ഞപ്പോൾ ഇതെനിക്കറിയാമായിരുന്നു, പക്ഷേ സുഹൃതജപമെന്നറിയാൻ പാടില്ല. ഞങ്ങളെ അമ്മ വീട്ടിൽ പറഞ്ഞു, കുരിശ് വരെ കഴിഞ്ഞ് സ്തുതി ചെല്ലുന്നതിന് മുൻപായിട്ട് ഇതുകൂടി ചെല്ലിങ്കിലേ അത്താഴം കിട്ടുള്ളൂ. അപ്പോൾ അത്താഴം കഴിക്കാനുള്ള എന്തോ ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു അമ്മ, കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ നിന്നെ ഞാൻ മുത്തുന്നു. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ ഞാൻ നിന്നെ മുത്തുന്നു. അത് ആദ്യം കേൾക്കുന്നതാണ്. ഈ സുഹൃദേവൻ ചെല്ലണം. കൂടുതൽ സുഹൃദേവൻ ചെല്ലുന്നവർക്ക് കൂടുതൽ ചാമ്പങ്ങ തരും, വേറെ സമ്മാനങ്ങളും തരും. ഇത് ചൊല്ലി എത്ര ചൊല്ലി എന്ന് എഴുതി കൊണ്ടുവരണം, എന്നിട്ട് വിശാഖപട്ടണം മിഷന് വേണ്ടി കാഴ്ച വയ്ക്കണം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഞാൻ എഴുതി കൊണ്ടുപോയി കൊടുത്തു, പക്ഷേ ഞാൻ കാഴ്ച വെച്ച് ചാമ്പങ്ങ അയക്കാം. ഒരു മനുഷ്യനും കാഴ്ച വെച്ചില്ല. അതായത് അമ്മ കാഴ്ച വെച്ചായിരിക്കും, അറിയാൻ പാടില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, കുറച്ചല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വെളുത്തി ഉടുപ്പിട്ട അമ്മ അൽഫോൻസാമ്മയാണ്, സുഖമില്ലാതെ അവിടെ വിശ്രമിക്കുന്ന അമ്മയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഈ അമ്മയെ കാണാൻ പതിവുണ്ട്. അപ്പോൾ ഓരോ സമയത്തും അമ്മ ഓരോന്ന് പറയും, ചാമ്പങ്ങായും തരും. അതിനൊപ്പം പറയും, നിങ്ങൾ ഉത്സാഹിച്ച് പഠിക്കണം, സ്കൂളിൽ പോകുമ്പോൾ പള്ളിയിൽ കയറി വിശുദ്ധ കഴിക്കണം, നന്നായിട്ട് പഠിക്കണം, മറ്റു പാവപ്പെട്ടവർക്കൊക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പെരുന്നാൾ കൂടാനും മറ്റും തരുന്ന പണം സൂക്ഷിച്ച് വെച്ച് അത് അവർക്ക് കൊടുക്കണം. ആ ഒരു ഉത്സാഹിച്ച് പഠിച്ച് ഒരു മിഷനറിയായി തീരണം എന്നെല്ലാം പല ദിവസങ്ങളിലായിട്ടാണ് ഇങ്ങനെയൊക്കെ അൽഫോൻസാമ്മ ഉപദേശിക്കുമായിരുന്നു. ഈ ചാമ്പങ്ങ കിട്ടുന്നത് കൊണ്ട് ഉപദേശം കേൾക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും ചാമ്പങ്ങ തരും, പടം തരും, കാശുരൂപം തരും. ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ച സമയത്ത് പോയി പോകും. ഈ ഞങ്ങളിൽ 4 പേര് പോയതിൽ 3 പേരും ഈ പറഞ്ഞ പോലെയൊക്കെ ഉത്സാഹിച്ച് പഠിച്ച് അച്ഛന്മാരായി. KS ജോസഫ് കളപ്പര, അത് വിശാഖപട്ടണം മിഷന് പോയി. MC ജോർജ് മച്ചിയാനിയിൽ, അത് മൈസൂർ മിഷന് പോയി. പിന്നെ ഒരു ജോസഫ് മുത്തോലി, അത് നെല്ലൂർ മിഷന് പോയി. അവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവർ മരിച്ചുപോയി. അതിൽ ഉപദേശിച്ചതിൽ മിഷന് പോകാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് പകരം അച്ഛനായില്ല, അപ്പനായി. 7 പിള്ളേരുടെ അപ്പൻ. ഇനി എന്തൊക്കെ ഓർമ്മകളാണ് അൽഫോൻസാമ്മയെക്കുറിച്ച് കുഞ്ഞേട്ടനുള്ളത്? ഞാൻ പാവർട്ടിയിലാണ് പഠിച്ചത്. അവധിക്ക് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എൻ്റെ ഒരു പെങ്ങൾ സിസ്റ്റർ റീത്ത എന്ന് പറയും. ആ റീത്താമ്മയും അൽഫോൻസാമ്മയെ ഒരുമിച്ച് ന്യൂഷീറ്റ് കഴിച്ചവരാണ്. അപ്പോൾ ഈ റീത്താമ്മയെ കണ്ടും യാത്ര പറയാനും വിശേഷങ്ങൾ പറയാനുമായിട്ട് ചെല്ലുമ്പം എല്ലാം ഈ അൽഫോൻസാമ്മയെ കൂടെ കാണും. അങ്ങനെ കാണുന്ന അവസരത്തിൽ ഈ റീത്താമ്മയ്ക്ക് ഒരിക്കൽ പനി വന്ന് ക്ഷീണിച്ച് ഇരിക്കുക. അപ്പം എൻ്റെ വീട് മടത്തിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്കാണ്. എൻ്റെ അമ്മ ഒന്ന് മദറിനോട് പറഞ്ഞു, അവൾ വല്ലാതെ ക്ഷീണിച്ചാണ്ടിരിക്കുന്നത് റീത്താമ്മ, അതുകൊണ്ട് പാല് കൊടുക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ വാചകം ഞാൻ ഓർക്കുന്നില്ല. ഉടനെ മദർ പറഞ്ഞു, ശരിയാ, വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തോളാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി ഏലിക്കുട്ടി ഒരുമിച്ച് 2 തോളം പാല് കൊള്ളുന്ന ഒരു ഔൺസൂപ്പിക്കകത്ത് പാലുമായിട്ട് വരും. വന്നിട്ട് അൽഫോൻസാമ്മ കിടക്കുന്ന മുറിയുടെ ജനലിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
പള്ളിയിൽ പോകും. കുർബാന കണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് പാത്രം കാലിയായിരിക്കും, അതെടുത്തുകൊണ്ട് വരും. ഇതാണ് സാധാരണ പതിവ്. ഒരു ദിവസം ഇങ്ങനെ പാല് കൊണ്ടുവന്ന് വെച്ചപ്പം അൽഫോൻസാമ്മ ജനലിൽ കൂടെ വന്ന് നോക്കുന്നുണ്ട്. അൽഫോൻസാമ്മേ, എന്താ നോക്കുന്നേ? ഇവിടെ നിന്ന് ചാപ്പലിലെ കുർബാന കാണാൻ പറ്റുമെന്ന് നോക്കുക. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല. കട്ടിലേന്ന് എഴുന്നേറ്റ് പോകരുതെന്നാ മദർ പറഞ്ഞിരിക്കുന്നെ. ഇവിടെ നിന്ന വാതില് മാത്രല്ലേ കാണൂ? കുർബാനയ്ക്ക് സമയമായി, ഞാൻ പോവാ. കുർബാന കാണാനുള്ള തീഷ്ണത കൊണ്ട്, താല്പര്യം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് അൽഫോൻസാമ്മ എണീറ്റ് ചാപ്പലിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് അപ്പോഴാണ് അൽഫോൻസാമ്മയ്ക്ക് മനസ്സിലായത്, മദർ എന്നോട് പറഞ്ഞ ഞാൻ ദാരിദ്ര്യം, അനുസരണം, കന്യാവ്രതം ഈ 3 വ്രതം സ്വീകരിച്ചൊരു സന്യാസിനിയാണ്. മദർ എന്നോട് പറഞ്ഞു എണീക്കരുതെന്ന്. ഞാനത് ധിക്കരിച്ചെണീറ്റു. അത് ഓർത്തിട്ട് കരഞ്ഞ് മദറിൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകൊത്തി പൊതി അപേക്ഷിച്ചു. മദറേ, എനിക്ക് തെറ്റുപറ്റി. 3 വ്രതങ്ങളിൽ അനുസരണം എന്ന വ്രതം ഞാൻ തെറ്റിച്ചു. സുഖമില്ലാത്തതുകൊണ്ട് കട്ടിലിൽ നിന്നിറങ്ങരുതെന്ന് പറഞ്ഞത് കേൾക്കാതെ ഞാൻ ചാപ്പലിൽ കുർബാന സ്വീകരിച്ചു. ചെയ്ത തെറ്റിന് ശിക്ഷ തരണം. അൽഫോൻസേ, കുർബാന കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയ തെറ്റല്ലേ? സാരമില്ല. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് മദർ. ഞാനും മറ്റുള്ളവരെ പോലെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവളാണ്. എന്റെ രോഗാവസ്ഥയിൽ എനിക്കൊരുപാട് പരിഗണന എല്ലാവരും തരുന്നുണ്ട്. ഞാനിപ്പോൾ അനുസരണക്കേട് കാട്ടി. അതുകൊണ്ട് ചെറിയൊരു ശിക്ഷ എനിക്ക് തരണം. അൽഫോൻസ പറഞ്ഞതിലും കാര്യമുണ്ട്.
ഒരു ചെറിയ ശിക്ഷ. ആ ശിക്ഷ മധുരമുള്ളതാകട്ടെ. കുർബാന സമയത്ത് അൽഫോൻസ ഇഷ്ടപ്പെട്ട് പാടാറുള്ളൊരു പാട്ടുണ്ടല്ലോ, അതൊന്ന് പാട്. അൽഫോൻസ, എന്തു പറ്റി? എഴുന്നേക്ക്. ഇവിടെ കിടന്നോളൂ. വാ പോവാം. മദർ ഉർഷലാമയെ പാട്ടുപാടി കയ്യിലെടുക്കുക. അങ്ങനെ പറയല്ലേ. ഈ രോഗം ഒരു അഭിനയോ, വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള അടവാ. നമ്മൾ ആരെയും വിധിക്കണ്ട. അൽഫോൻസാമയുടെ ഈ അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താണ്? 12-ാം തീയതി മാർപ്പാപ്പ പല പ്രാവശ്യം സൂചിപ്പിക്കാറുണ്ട്, ഇന്നത്തെ വലിയ തെറ്റ് പാപബോധം ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും പാപമല്ല. ഒരു അനുസരണക്കേട് ഞാൻ ചെയ്തു, അതിന് വലിയ ആർക്കും ദൂഷ്യമൊന്നുമില്ലല്ലോ, പിന്നെ അതിനു വേണ്ടി മനസ്താപപ്പെടണം, പൊടി പറയണം എന്നുള്ളൊരു ബോധമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാപബോധം, പാപം നിസ്സാരമാണെങ്കിലും വലുതാണെങ്കിലും അതിന് ഏറ്റക്കുറവുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പാപം പാപം തന്നെയാണ്. അതുകൊണ്ട് ആ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ മുൻപിൽ പ്രതിജ്ഞ എടുത്തപ്പോൾ അത് സ്വീകരിക്കുവാനും അത് പാലിക്കുവാനുള്ള ചുമതലയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്.
അതിന് ഒരു മാതൃകയായിട്ടാണ് അൽഫോൺസാമ്മ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറമ്മ പഴൂപ്പറമ്പിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ സ്വന്തം ചേച്ചിയുടെ മകൾ. ആ വിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സ്മരണകൾ ഇന്നും ഒളിമങ്ങാതെ സൂക്ഷിക്കുന്ന തെറമ്മ. അൽഫോൻസാമ്മയുടെ കത്തുകളും അൽഫോൻസാമ്മ കൊടുത്ത സമ്മാനങ്ങളും നിധി പോലെ സൂക്ഷിക്കുന്നു. വിശുദ്ധയായ കൊച്ചമ്മയെ പ്രതി തമ്പുരാന് നന്ദി പറയുകയാണ് അൽഫോൻസാമ്മയുടെ ചരമ ഫോട്ടോയിൽ ബന്ധുക്കളുടെ ഇടയിൽ കാണുന്ന ആ ബാലികയായ ഈ തെറമ്മ. മരണശേഷം അൽഫോൻസാമ്മയെ വന്ന് കണ്ട അനുഭവവും മൃതസംസ്കാരത്തെയും ചരമപ്രസംഗത്തെയും കുറിച്ചുള്ള ഓർമ്മകളും ഈറനണിഞ്ഞ മിഴികളോടെ ശാലോം ടെലിവിഷനോട് തെറമ്മ പങ്കുവെക്കുന്നു. തെറമ്മയ്ക്ക് അൽഫോൻസാമ്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ രോഗബാധിതയായിട്ട് മരിച്ചുപോയി. പിന്നെ വല്യമ്മ, ഇവിടുത്തെ വല്യമ്മയാണ് കുറച്ച് ദിവസമൊക്കെ വളർത്തി. അത് കഴിഞ്ഞ് പിന്നെ പേരമ്മ കൊണ്ടുപോയി, മുട്ടിയേറ പേരമ്മ കൊണ്ടുപോയി. പേരമ്മ കൊണ്ടുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ ചെന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഏലുപ്പറമ്പിലോട്ട്, വല്യമ്മയുടെ അടുക്കൽ. വല്യമ്മ കുറച്ച് ദിവസം വളർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും, മുരിക്കൻ്റെ വീട്ടിലോട്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് ഒക്കെയാണ് വളർത്തിയത്. അൽഫോൻസാമ്മയുടെ ബാല്യത്തെക്കുറിച്ച് അമ്മച്ചിയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അൽഫോൻസാമ്മ ബാല്യത്തിൽ വളരെ ദൈവഭക്തിയുള്ള കുട്ടിയായിരുന്നു. ദിവസവും പള്ളിയിൽ പോവും. അപ്പോൾ ഒരപ്പനും മകളും കൂടെ ഇന്നും കുമ്പസാരിച്ച് ആദ്യ കുമ്പസാരമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഇന്നും കുർബാന കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ഭക്തിയും പ്രാർത്ഥനയും. ഈ രൂപത്തിൻ്റെ മുൻപിലൊക്കെ പൂക്കൾ പറിച്ചുകൊണ്ട് വെച്ച് അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു. ഭക്തിയായിട്ട് കൊന്തയെത്തിക്കും, പ്രാർത്ഥനകളെല്ലാം ചെല്ലും, ചരൽ വാരിയിട്ടും തിന്നാൻ നിരത്തിയിട്ടും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ വലിയ ഭക്തിയോടുകൂടിയൊക്കെയായിരുന്നു ജീവിച്ചത്. അൽഫോൻസാമ്മ മഠത്തിലായിരുന്നപ്പോൾ ചേച്ചി കാണാൻ പോയിട്ടുണ്ടോ? ഉണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാവോ? ആരുമായിട്ടാണ് പോയത്? ഞാനും അൽഫോൻസാമ്മയുടെ പിതാവുമായിട്ടാണ് ഭരണങ്ങാനത്തിന് പോകുന്നത്. അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു, വല്ലപ്പോഴൊക്കെ ഒരു ബസ്സേ വരത്തുള്ളൂ. ഞാനും എൻ്റെ വല്യപ്പനും കൂടെ കുമാരനെല്ലൂർ വരെ നടന്നാണ് ബസ് കയറാൻ പോകുന്നത്. അൽഫോൻസാമ്മയെ മഠത്തിൽ കാണുവാൻ പോയപ്പോൾ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 9-10 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ബസ് വരുമ്പം കൈ കാണിച്ചാൽ ബസ് നിർത്തുകയില്ല ചിലപ്പോൾ. അതങ്ങ് വിട്ടുപോകും. ഉടനെ എന്നോട് ചോദിക്കും, കൊച്ചിന് നടക്കാവോ? ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ നടക്കും. കുറച്ച് നടന്ന് കഴിയുമ്പോൾ എന്നോട് പറയും, മടുത്തെങ്കിൽ നമുക്കവിടെ തണലത്ത് എവിടെയെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞ് ശലനേരം നിൽക്കും. അത് കഴിഞ്ഞ് എന്നോട് ചോദിക്കും, കാപ്പി വേണമെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന്. ഞാൻ പറയും വേണ്ടെന്ന്. പിന്നെ ഞങ്ങൾ നടക്കും. കുറേ കൂടെ അങ്ങ് നടന്ന് കഴിയുമ്പം പിന്നെ ഒരു ബസ് വരും. അന്നേരം കൈ കാണിച്ച് ചിലപ്പം കയറ്റും, അല്ലേ അതും നിർത്താതെ പോകും. ഞാനും എൻ്റെ വല്യപ്പനും കൂടെ 4 പ്രാവശ്യം ഭരണങ്ങാനത്ത് നടന്നു പോയിട്ടുണ്ട്. രാവിലെ പോയാൽ ഒരു 4 മണി 4-4:30 5 അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ എന്നോട് പറയും, എൻ്റെ കൊച്ചെ നമ്മൾ നടന്നാൽ വന്ന് അന്നക്കുട്ടിയോട് പറയരുത്, അവൾക്കത് വിഷമമാകും. താമസം എന്നാന്ന് ചോദിച്ചാൽ വണ്ടി കിട്ടാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും. എന്തൊരു ചൂട്! ഇനി എത്ര ദൂരമുണ്ട് വല്യപ്പ? കുറച്ചുകൂടി ഉള്ളൂ. വണ്ടി കിട്ടാതെ നടന്നാ വന്നതെന്ന് അൽഫോൻസാളമ്മയോട് പറഞ്ഞേക്കരുത്, മോൾക്കത് വിഷമാവും. ഞാൻ പറയില്ല വല്യപ്പ. ആ അൽഫോൻസാമേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ഇച്ചാച്ചാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളെ, ഇളയമയ്ക്ക് സ്തുതിയല്ലേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെറമ്മേ, നിങ്ങൾ നടന്നാണോ വന്നത്? ഏയ്, ബസ്സിന്. നിനക്ക് ഇത്തിരി മരുന്ന് വാങ്ങി.
അതാ താമസിച്ച മോളെ. മോക്ക് എങ്ങനെയുണ്ട് അസുഖം? വലിയ കുറവൊന്നുമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം പാരവശ്യം വരും. അസഹനീയമായ വേദനയാ. മോളെ, നിനക്ക് ഈ ചെറുപ്രായത്തിൽ ഇത്രമാത്രം സഹിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയ സഹനമാണല്ലോ മോളെ നിനക്ക്. അങ്ങനെ പറയരുത് ചാച്ച. തമ്പുരാൻ എനിക്കതിന് കരുത്ത് തരുന്നുണ്ട്. അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. പക്ഷേ എനിക്ക് നല്ലൊരു ചാച്ചനെ തന്നു, പേരമ്മയെ തന്നു. ഇതാ ഞാൻ രോഗിയായി. പക്ഷേ എന്നെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ഒരുപാട് പേർ. ഇച്ചാച്ചൻ എന്നെ ഓർത്ത് വിഷമിക്കരുത്. എന്നതാ കൊട്ടയില്? കുറച്ച് മുട്ടയും പഴങ്ങളുമാ. മോളെ എഴുതിയിരുന്നല്ലോ, മഠത്തിൽ ആഹാരത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. നാട് മുഴുവൻ ദാരിദ്ര്യമല്ലേ? ദൈവമേ, ഈ യുദ്ധം ഇനി എന്നാ തീരുന്നത്? ഒരുപാട് പ്രാർത്ഥിക്കണോ ഇച്ചാച്ച ഈ ലോകത്തിനു വേണ്ടി? ഇച്ചാച്ചൻ ഇതെല്ലാം കൊണ്ടുവന്നത് ഒത്തിരി കഷ്ടപ്പെട്ടാണോ? സാരമില്ല മോളെ, ഇച്ചാച്ചനുള്ളപ്പോഴല്ലേ ഇതെല്ലാം കൊണ്ടുവരാൻ പറ്റൂ. മേരി, ഈ സാധനങ്ങളെല്ലാം എടുത്ത് മദറിനെ കാണിക്ക്. എല്ലാവർക്കും വീതിച്ചു കൊടുക്കാമല്ലോ. നിന്റെ അസുഖം മാറിയോ മോളെ? ഡോക്ടർ എന്തു പറഞ്ഞു? എല്ലാവരും വിചാരിച്ചു എനിക്ക് TB ആണെന്ന്. ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ വരെ പലരും പറഞ്ഞു. പക്ഷെ ഡോക്ടർ മിനിയാന്ന് വന്ന് പറഞ്ഞു ക്ഷയമല്ലെന്ന്. ദൈവത്തിനു സ്തുതി. അൽഫോൻസാമ്മ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ് പല പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും, കൊച്ചുശ്രേ പുണ്യവതിയെ പോലെ ജീവിക്കണം, നീ നല്ല ദൈവത്തോട് നല്ല ഭക്തിയായിട്ടൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു കൊച്ചുശ്രേ പുണ്യവതിയുടെ കത്തുകളെന്ന് പറഞ്ഞൊരു പുസ്തകം തന്നു. തെരമ്മേ, നീ എന്താ ഒന്നും മിണ്ടാത്തേ? വർത്തമാനം കേട്ടിരിക്കായിരുന്നു. നല്ല ക്ഷീണം കാണും. ഞാൻ പറഞ്ഞതാ പോരണ്ടാന്ന്. സമ്മതിക്കല. ഇളയമേ കാണുന്നൊരൊറ്റ വാശി. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ പുസ്തകമാ. പുണ്യവതിയെ പോലെ മോളെ ഒരു വിശുദ്ധയാകണം. മിടിക്ക്. അത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഇത് ഞാൻ മഠത്തിൽ വന്ന കാലം യുദ്ധത്തിൻ്റെ കാലമായിരുന്നു. 2ാം ലോകമഹായുദ്ധമായിരുന്നു അല്ലേ? രണ്ടാം മഹാലോകം. നാട്ടിലെങ്ങും ദാരിദ്ര്യം, സർവ്വ വീടുകളിലും പഞ്ഞം. കൂടുതലായിട്ട് ഞങ്ങളുടെ അംഗങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് അന്ന് വിഷമമുണ്ടായിരുന്നു. എല്ലാവർക്കും ദാരിദ്ര്യമായിരുന്നു. അരി കിട്ടുകയില്ല, ഭക്ഷണ സാധനങ്ങളെല്ലാം നിരോധിച്ചു, എല്ലാത്തിനും ദാരിദ്ര്യം ആയിരുന്നു. ആ സമയത്ത് അൽഫോൻസാമ്മ ഇന്ന് പ്രാർത്ഥിച്ചു, ദാരിദ്ര്യം തീർന്നോളും എന്ന് അൽഫോൻസാമ്മ ഇടയ്ക്ക് പറയുമായിരുന്നു. ദാരിദ്ര്യം തീർന്നോളും എന്ന് പറയുമായിരുന്നു. മദർ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനില്ലാഞ്ഞിട്ട് മദർ കരഞ്ഞു. മഠത്തിലുള്ളവർക്ക് ഞാൻ എന്നാ കൊടുത്ത് എന്നെ ആഹാരം കൊടുത്ത് ഞാൻ അവരുടെ വിശപ്പടക്കും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു കരയുമായിരുന്നു. മേരി, കഞ്ഞി കാലായോ? മദറേ, അരി തീർന്നു. ഈ കഞ്ഞി ആർക്കും തികയില്ല. എന്റെ കർത്താവേ, ഞാനിനി എന്ത് ചെയ്യും? കാൽ ചക്രം എടുക്കാൻ ഇവിടില്ല. ആ കർത്തിനാമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് അരി കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ഒരാളെ വിട്ടാലോ? നാണക്കേടാവോ? ഒരു നാണക്കേടും ഇല്ല. മേരിക്കറിയാഞ്ഞിട്ടാ. ഫ്രാൻസിസ്കൻ ക്ലാരസഭയുടെ തുടക്കം ദാരിദ്ര്യത്തിലായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ക്ഷയം വന്ന് എത്ര കന്യാസ്ത്രീകളാ മരിച്ചുപോയത്. ഇത് വല്ലതും കഷ്ടപ്പാടാണോ? ഒരു ദിവസം അൽഫോൻസാമ്മയുടെ അപ്പനും അൽഫോൻസാമ്മയുടെ ചേച്ചിയുടെ മകൾ തെർമയും കൂടെ അൽഫോൻസാമ്മയെ കാണാൻ വന്നു. കുറച്ച് ഭക്ഷണ സാധനങ്ങളും വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അൽഫോൻസാമ്മയ്ക്ക് കൊടുത്തു. അൽഫോൻസാമ്മ എന്നെ വിളിച്ചു അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് മദറിനെ ഏൽപ്പിച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട് അൽഫോൻസാമ്മ എന്നോട് പറഞ്ഞു. മേരി,
ഒരുപാടുണ്ടല്ലോ. വിശന്ന് നാശായി. ഇന്നലെ കഞ്ഞി കുടിക്കാതെയാണോ കിടന്നത്? മേരുതേ, ഞാൻ കന്യാസ്ത്രീ നോക്കത്തില്ല. നല്ല വർത്താനം പറയും. ഒരു തവി കഞ്ഞി ഇന്നലെ കിട്ടിയത്. വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി. ഇവിടെ മാത്രമല്ലല്ലോ, നാട്ടിലെല്ലാം പട്ടിണിയും രോഗവും. അറിയാം, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. സിസ്റ്ററിന്റെ വീട്ടിൽ തിരക്കേടില്ലല്ലോ. കുറച്ച് അരിയും സാധനങ്ങളും തന്നുവിടാൻ പറ. 6 മാസം മുമ്പ് അരച്ചാക്കരേന്റെ അപ്പം കൊടുത്തു വിട്ടതാ. ഇവിടെ ഒരു പണിയും ചെയ്യാതെ രോഗം അഭിനയിച്ചോണ്ട് ചിലർ ഇരിപ്പുണ്ടല്ലോ. പരമസുഖമല്ലേ? നല്ല ഭക്ഷണം, മരുന്ന്, കൂട്ടുകിടക്കാൻ ആള്. അവരോട് പറ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ. സിസ്റ്ററെ, അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ അൽഫോൻസാമ്മയുടെ വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടുവന്നതാ. ഓ, അതിന്റെ ഗമിയായിരിക്കും നിനക്ക്. ചക്കരയും അതേപോലെയല്ലേ രണ്ടുപേരും. ഉർസ്ലാമയെ വരെ വശീകരിച്ച് വെച്ചിരിക്കുക അൽഫോൺസ. അപാര കഴിവാ. ദേ കിടക്കുന്നു നിന്റെ പഴം. ഈ കന്യാസ്ത്രീയുടെ കുത്തുകൊത്താനം കേട്ട് അൽഫോൻസാമ്മ ചാപ്പൽ പോയി പ്രാർത്ഥിച്ച് കരഞ്ഞ് അപേക്ഷിച്ചല്ലാതെ ഇതിനോട് ശേഷം ഒന്നും മിണ്ടിയില്ല. നല്ല ക്ഷമാപൂർവ്വം സഹിച്ച് അൽഫോൻസാമ്മ ഇരുന്നു. വേറെ വല്ലതും ആയിരുന്നെങ്കിൽ വഴക്കുണ്ടാക്കാൻ അത് മതിയായിരുന്നു. ഒന്നും മിണ്ടിയില്ല, ക്ഷമിച്ചു. ചാപ്പലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തിരിച്ച് ഈശോയുടെ പാട്ടും പാടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കണ്ട് ഞാൻ അതിശയിച്ചു പോയി. എന്ത് നല്ല പാട്ടാ ഇത്. മേരിക്കറിയില്ലേ? എനിക്ക് കുറച്ചറിയാം. ഞാൻ അടുക്കളക്കാരിയാണെന്നുള്ളൊരു വിചാരമേ ഇല്ല. സഹോദരിയാണെന്നുള്ളൊരു വിചാരത്തിലാണ് അൽഫോൻസാമ്മ എന്നോടും പെരുമാറിയത്. ഞാൻ ഇപ്പോഴത് ഓർക്കുമ്പോൾ ഞാൻ അൽഫോൻസാമ്മയുടെ കൂടെ ജീവിക്കാനും അൽഫോൻസാമ്മയുടെ കയ്യെ പിടിച്ചിരിക്കാനും കൂട്ടുകിടക്കാനും എല്ലാം ഇത്ര അൽഫോൻസാമ്മയുടെ കൂടെ ജീവിക്കാൻ ഒത്തല്ലോ എന്ന് ഓർത്ത് ഞാനിപ്പോഴും സന്തോഷിക്കുന്നു. അൽഫോൻസാമ്മ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കുക പതിവാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. പക്ഷേ കട്ടിലെ കിടക്കുന്ന അൽഫോൻസാമ്മയെ കാണുകയാണെങ്കിൽ അത് ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുകയില്ല. യാതൊരു ശാരീരികമായ ക്ഷീണവുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ധരിച്ചു വച്ചിരുന്നത്, കൂട്ടു സഹോദരികളും മറ്റാളുകളും ഒക്കെ ധരിച്ചു വച്ചിരുന്നത് അൽഫോൻസാമ്മ ഇത് അഭിനയിക്കുകയാണ് ഈ സുഖക്കേട്. കാരണം മറ്റുള്ളവരുടെ സിമ്പതി, അനുകമ്പ പിടിച്ചു പറ്റുന്നതിനുള്ള ഒരു കൗശലം പ്രയോഗിച്ചതാണ് എന്നാണ്. ശരിക്ക് സുഖക്കേടുണ്ട് എന്ന് പലരും വിചാരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. അൽഫോൻസാമ്മ സഹിച്ചു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഓർക്കുന്നത് മറ്റുള്ളവർ ഭക്ഷണം കൊടുക്കുന്നതിൽ, ശുശ്രൂഷിക്കുന്നതിൽ ഒക്കെ ഉദാസീനത കാണിച്ചു, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ശരിക്ക് എനിക്ക് 38 മുതൽ അൽഫോൻസാമ്മ മരിക്കുന്നത് വരെയും എനിക്ക് പരിചയപ്പെടുവാനുള്ള ഭാഗ്യം കിട്ടി. അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് അൽഫോൻസാമ്മ സഹിച്ചു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ കൊണ്ടുള്ള സഹനമായിരുന്നു. അത് കൂട്ടത്തിലുള്ളവർ, അധികാരികൾ, മറ്റുള്ളവർ ഒക്കെ തെറ്റിദ്ധരിച്ചു. അൽഫോൻസേ, എന്തോ? നമ്മുടെ ചാപ്പലിലെ അൾത്താരവരികൾ എല്ലാം മോശമായി. നമുക്കതെല്ലാം ഒന്ന് മാറ്റി പുതിയതാക്കണം. ശരി മദറേ. അൽഫോൻസയ്ക്ക് നല്ലോണം തയ്ക്കാനും അറിയാലോ. എല്ലാം ഭംഗിയായി ഞാൻ ചെയ്തോളാം. സിസ്റ്ററെ, രോഗം അഭിനയിച്ച് ഒരു പണിയും ചെയ്യാതെ നമ്മുടെ എല്ലാ കുറ്റവും ഉർസ്ലാമയോട് പറഞ്ഞു കൊടുക്കുക അൽഫോൻസാമ്മയുടെ പകലത്തെ ജോലി. അരുതാത്തതൊന്നും പറയാതെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, സോഫിയ സിസ്റ്റർ ഒന്ന് നിന്നേ. എന്താ മദർ? മഠത്തിന് മഠത്തിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കർശനമായി പാലിച്ചേ പറ്റൂ. മദർ, ഞാൻ സിസ്റ്ററിനെക്കുറിച്ച് ചില പരാതികളുണ്ടായിട്ടുണ്ട്. 1, മുൻകോപം. 2, ദാരിദ്ര്യത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് വ്രതമെടുത്തിട്ട്
ആഹാരത്തോടുള്ള അമിതമായ ആഗ്രഹം. 3 മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു പരത്തുക. ഇക്കാര്യങ്ങൾ ഇനി മുതൽ കൂടുതൽ ശ്രദ്ധിച്ച് ജീവിക്കണം. ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. പൊയ്ക്കൊള്ളൂ. ചാപ്പലിലെ കാര്യം ഞാൻ ശ്രദ്ധിക്കാനത് വളരെ മോശമായിപ്പോയി. ഉർഷലാമ്മ പറഞ്ഞപ്പോഴാ അൾത്താരവരികൾ പഴകിയ കാര്യം ഓർത്തത്. അൽഫോൺസാമ്മ നിമിഷ നേരം കൊണ്ട് എല്ലാം തയ്ച്ച് മനോഹരമാക്കുമെന്ന് ഉർഷലാമ്മയ്ക്ക് അറിയാം. പണ്ടായിരുന്നെങ്കിൽ ഒറ്റ രാത്രി മതി എനിക്ക്. ഇപ്പൊ വയ്യ. ഈ പരവേശം എന്നെ തളർത്തുവോ? മിച്ചം വിടുന്ന തുണികൊണ്ട് പൂക്കൾ പിടിപ്പിച്ചെടുത്തു പോലെ എനിക്കും തയ്ച്ചു തരണം. 1 or 2 തരാം. സോഫിയ സിസ്റ്ററെ, എന്തുണ്ട് വിശേഷം? നിന്റെ ആദ്യത്തെ സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. സിസ്റ്ററെ, എന്നെ കുറിച്ചുള്ള കുറ്റം മുഴുവൻ ഗുർത്തി അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് നീ വലിയ ആളായി കഴിയുകയാണ് ഇവിടെ അല്ലേ? എനിക്ക് മുൻകോപമുണ്ട്. അതെന്റെ പാരമ്പര്യ. അതിൽ നിന്നും വരുന്ന ഭവിഷ്യത്ത് ഞാൻ സഹിച്ചോളാം. ആഹാരത്തോട് ആർത്തിയുണ്ട് പോലും. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അപ്പം കൊണ്ടുവരുന്ന ചോറ് നീയും തിന്നിട്ടുണ്ട്. മറന്നുപോയോ? സോഫിയ സിസ്റ്ററെ, എന്തായി പറയുന്നേ? അടുക്കളക്കാരി കാര്യസ്ഥയാവണ്ട. നിക്കടടുത്ത് നിന്നാ മതി. എത്ര നാൾ ഈ രോഗം അഭിനയിച്ച് കഴിയും? പലർക്കും അറിയാം നിനക്ക് ഒരു രോഗവും ഇല്ലെന്ന്. എനിക്ക് രോഗം അഭിനയിച്ച് കിടക്കാം. പക്ഷേ ഞാനിത് പഠിച്ചിട്ടില്ല. എത്ര വന്നാലും ഒരു കന്യാസ്ത്രീ അല്ലേ നീ? അതിന്റെ മഹത്വം കാണിക്ക്. ഇങ്ങനെയൊന്നും പറയല്ലേ. മുലകുടി മാറാത്ത പിള്ളേരെ കൊഞ്ചുന്നത് പോലെ കൊഞ്ചുവാ. ആ കണ്ണും പുരികിട്ട് ഇളക്കി കാണിക്കുമ്പോ ആരും മയങ്ങും. ഉർഷലാമയെ കയ്യിലെടുത്ത് എന്നെ മോശക്കാരിയാക്കിട്ട് സുഖിച്ച് കഴിയുവാ. അലക്കി കൊടുക്കാനൊരാള്, മരുന്ന് കൊടുക്കാനൊരാള്, കഞ്ഞി കോരി കൊടുക്കാനൊരാള്, ചമ്മന്തി അരച്ചു കൊടുക്കാനൊരാള്. ഇതെന്താ സുഖവാസത്തിന് വന്നതോ? മതിയമ്മേ, നിർത്ത്. സന്യാസിന് മാത്രം ആയാ പോരാ. മനസ്സ് നന്നാവണം. മനസ്സ്. ജാതി ഗുണം തൂത്താ പോവോ? ഒരു കൊട്ട ചീഞ്ഞ മുട്ടയും പഴവുമായി ഒരു ഇച്ചാച്ചൻ വരും ആണ്ടിലൊരിക്കെ. നാണില്ലല്ലോ. ഛേ, അൽഫോൻസാമ്മേ. കത്രി പൊയ്ക്കോ. ചോറ് കാലോക്ക് പൊയ്ക്കോ. എന്നെ അത്രയ്ക്കിഷ്ട? സോഫിയ സിസ്റ്റർ ഒരു പാവോ, ശുദ്ധയാ. എന്തോ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാ. ഞാൻ തെറ്റുകൾ വല്ലതും ചെയ്തോന്നോർത്താ എനിക്ക് വിഷമം. ചെയ്ത് കാണുമായിരിക്കും. പൊറുക്കണേ. കുരിശിൽ കിടന്ന് പിടഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോ ചൊറുക്കാൻ നിനക്ക് തന്നു. നീ കുടിച്ചില്ല. നിന്റെ ദാഹം ഞാൻ തീർക്കാം. മട്ടോളം ഊറ്റി കുടിക്കാൻ ഞാൻ ഒരു തുള്ളി പോലും കളയില്ല കേട്ടോ. എന്റെ കണ്ണുകളെ ഞാൻ ഇനി മുതൽ നിയന്ത്രിച്ചോളാം. എന്റെ പുരികങ്ങൾ ഞാൻ അറിയാതെ പോലും വളക്കില്ല. ഇപ്പൊ എന്നെ ശാസിച്ചിട്ട് പോയത് സോഫിയ സിസ്റ്റർ അല്ല, നീയാ. എന്റെ മനസ്സ് നിർമ്മലമായി സൂക്ഷിച്ചോളാം. നല്ലൊരു കുമ്പസാരം നടത്തി എന്റെ മനസ്സിനെ അഗ്നിശുദ്ധി വരുത്തിക്കോളാം. എന്നെ ചാച്ചനെ കാത്തോളണേ. വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ.